നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്, ഫ്രണ്ട്സ്, ഫാമിലി, കൊളീഗ്സ്. നിങ്ങൾ ചിരിക്കുന്നുണ്ട്, എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒറ്റപ്പെടുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്, ഒരു എംപ്റ്റി ഫീലിംഗ്. ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ ദെൻ പ്ലീസ് വാച്ച് ദിസ് വീഡിയോ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആൻഡ് എങ്ങനെ നമുക്കിത് മാറ്റിയെടുക്കാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ സാധാരണ നമ്മളുടെ ഒറ്റപ്പെടുന്ന പോലെയുള്ള ഫീലിംഗിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് ഈ ടൈപ്പ് ഒറ്റപ്പെടൽ. കാരണം ഇവിടുത്തെ പ്രശ്നം നമുക്ക് ചുറ്റും ആൾക്കാരില്ല എന്നുള്ളതല്ല, പകരം ആരുമായിട്ടും ഒരു ജെനുവിൻ കണക്ഷൻ ഇല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ റിയൽ വേർഷൻ കാണാനും മനസ്സിലാക്കാനും ആരുമില്ല. എല്ലാവർക്കും നിങ്ങളുടെ സോഷ്യൽ വേർഷൻ മാത്രമേ അറിയുള്ളൂ. സൈക്കോളജിസ്റ്റ് ഇതിനെ എക്സിസ്റ്റൻഷ്യൽ ലോൺലിനെസ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കണക്ഷൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് സർഫസ് ലെവലിൽ നമുക്ക് കുറേ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡെപ്ത് ഉണ്ടാവില്ല. കുറേ ആളുകളോട് നമ്മൾ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും, ബട്ട് ആരുമായിട്ടും ഒരു റിയൽ കോൺവെർസേഷൻ ഉണ്ടാവില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, അങ്ങനെ പോകുന്നു, ഇത്രയൊക്കെ പറയാനുണ്ടാവുള്ളൂ. വൈ ദിസ് ഹാപ്പൻസ്? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എക്സ്ട്രാ ഓർഡിനറി സർഫസ് ലെവൽ കണക്ഷൻ ഉണ്ടാക്കുന്ന ലോകത്താണ്. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമ്മൾ അറിയുന്ന 100 കണക്കിന് ആളുകളുണ്ടാവും, 1000 കണക്കിന് ഇംപ്രഷൻസ് ഉണ്ടാവും. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഈ കാലത്താണ് ആളുകൾ ഏറ്റവും കൂടുതൽ സോഷ്യലി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ലോൺലിനെസ്സിൻ്റെ റേറ്റും ഹിസ്റ്റോറിക്കലി ഹൈ ആണ്. ദിസ് ഈസ് നോട്ട് എ കോയിൻസിഡൻസ്. സർഫസ് ലെവലിലുള്ള കണക്ഷൻസിന് നമ്മൾ മനുഷ്യന്മാരുടെ നീഡ് ഫോർ ഡെപ്തിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ വയർഡായിട്ടുള്ളത് ജെനുവിൻ ഇൻറ്റിമസി കിട്ടേണ്ട രീതിയിലാണ്. അതായത് ഡീപ്പർ കോൺവെർസേഷൻസ് വേണം. നമ്മളുടെ പേടിയും പരാജയങ്ങളും ക്വസ്റ്റ്യൻസും ട്രൂ ഫീലിങ്സും എല്ലാം ജെനുവിനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന റിലേഷൻഷിപ്സ് വേണം. നമുക്കറിയാവുന്ന എല്ലാ ആളുകളും ഈ സർഫസ് ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ദെൻ എത്ര ആൾക്കാരുണ്ടായിട്ടും കാര്യമല്ല, നമുക്ക് ഒറ്റപ്പെടുന്ന പോലെ ഫീൽ ചെയ്യും. റിയൽ കണക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരാൾ പോലും ഉണ്ടാവില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ മറ്റുള്ളവരുടെ മുന്നിലെത്തുമ്പോൾ ഒരു പ്രത്യേക തരം മാസ്ക് എടുത്തിടും. അതായത് എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടാൻ, ആക്സെപ്റ്റൻസ് കിട്ടാനായിട്ട് നമ്മളുടെ തന്നെ ഒരു പ്രത്യേക വേർഷൻ ആയിരിക്കും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാം. ഇങ്ങനെ മാസ്ക് ഇട്ട് നമ്മളുടെ ശരിക്കുമുള്ള നമ്മളെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിട്ട് മാറും. മറ്റുള്ളവർക്കും നിങ്ങളുടെ റിയൽ വേർഷൻ അറിയില്ല. പിന്നെ ആളുകൾ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കാത്തത് എന്താണ് എന്ന് ചിന്തിച്ചിരിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. ബിക്കോസ് നിങ്ങളുടെ റിയൽ വേർഷൻ നിങ്ങൾ ഇതുവരെ അവരെ കാണിച്ചിട്ട് തന്നെ ഉണ്ടാവില്ല. നമ്മളുടെ പ്രൈവറ്റ് സെൽഫും പബ്ലിക് സെൽഫും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് കുറയ്ക്കുമ്പോഴാണ് നിങ്ങൾ റിയൽ കണക്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. അറ്റ്ലീസ്റ്റ് ഒരാളുടെ അടുത്തെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെ ഒരു വലിയ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹൗ ടു ബിൽഡ് ജെനുവിൻ കണക്ഷൻ. സോ എങ്ങനെ ജെനുവിൻ കണക്ഷൻ ബിൽഡ് ചെയ്യാം എന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ കാര്യം, നിങ്ങൾ എല്ലാവരെയും പോയിട്ട് ഇംപ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഓണസ്റ്റ് ആവുക. റിയൽ കണക്ഷൻസ് ബിൽഡാവുന്നത് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരുടെ അടുത്തല്ല, പകരം നിങ്ങൾ ഓണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് സംസാരിക്കുകയും സ്വയം കുറച്ചൊക്കെ വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ആൻഡ് അവരതിനോടൊക്കെ കൈൻഡായിട്ട് റെസ്പോണ്ട് ചെയ്യുമ്പോഴും ഒക്കെയാണ് ഒരു റിയൽ കണക്ഷൻ ബിൽഡാവുന്നത്. സോ ഇങ്ങനെ സംസാരിക്കാനായിട്ട് കറേജ് വേണം. കാരണം ഇവിടെ റിജക്ഷൻസ് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. എല്ലാവർക്കും നമ്മളുടെ റിയൽ വേർഷൻ അത്ര ഇഷ്ടമായിക്കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷേ എന്നാലും എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പിന്നെ ഡീപ്പർ റിലേഷൻഷിപ്സ് കുറച്ച് ആളുകളോട് മാത്രം ബിൽഡ് ചെയ്യേണ്ടതാണ്. അല്ലാതെ എല്ലാ ആൾക്കാരുടെ അടുത്തും പോയിട്ട് നമ്മൾ ഈ പറയുന്ന ജെനുവിൻ കണക്ഷൻ, റിയൽ കണക്ഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിൻ്റെ ആവശ്യമില്ല. 1-2 ആൾക്കാർ മതി ഇങ്ങനെ ഡീപ്പർ കണക്ഷൻസിനായിട്ട്. റിയൽ ആയിട്ട് സംസാരിക്കുക, നിങ്ങളുടെ റിയൽ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. പിന്നെ ഒരു കാര്യം, നിങ്ങളിത് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ട് റെഡി ആവുക എന്നുള്ളതാണ്. അതായത് ചില ആൾക്കാർക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയണം എന്നുണ്ടാവും, പക്ഷെ അവർ മറ്റേയാൾ പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങളാദ്യം സംസാരിക്കുക, നിങ്ങളാദ്യം ഷെയർ ചെയ്യുക ആൻഡ് അതിനുശേഷം മേ ബി അവരായിരിക്കും നിങ്ങളെക്കാൾ കൂടുതൽ പിന്നെ ഷെയർ ചെയ്യാൻ തുടങ്ങുക. ആരെങ്കിലും ഒരാൾ എന്തായാലും സംസാരിച്ച് തുടങ്ങണമല്ലോ, അപ്പോൾ അത് നിങ്ങളാവുക. സിമ്പിൾ. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ശരിക്കും നോക്കുക. ഇപ്പോൾ ചില ഫ്രണ്ട് സർക്കിൾ ഉണ്ടല്ലോ, നിങ്ങളുടെ റിയൽ വേർഷൻ ആവാനായിട്ട് സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളുമായിട്ടൊരു സ്ട്രോങ് കണക്ഷൻ ബിൽഡ് ചെയ്യുന്നുണ്ടാവില്ല. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രൈമറി സോഷ്യൽ സർക്കിൾ അങ്ങനെയുള്ളതാണെങ്കിൽ ദെൻ കഴിവതും അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് ജെനുവിനായിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പോയിട്ട് ജോയിൻ ചെയ്യാം. ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെടൽ ഉണ്ടാവുന്നത് കോമൺ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതൊരിക്കലും പെർമനൻ്റ് അല്ല. അതല്ല നിങ്ങളുടെ വെർത്ത് തീരുമാനിക്കുന്നതും. പകരം അതൊരു സിഗ്നൽ തരാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു കാര്യം മിസ്സിംഗ് ആണ് എന്ന്. ആൻഡ് ദാറ്റ് ഈസ് വർത്ത് പെർസ്യൂയിങ്. യു ഡിസേർവ് ടു ബി ട്രൂലി നോ. ജെനുവിൻ കണക്ഷൻ വേണം. സോ യെസ്, ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. Say the true thing and you might be surprised who says it back.
സോ ദാറ്റ്സ് ഫോർ ടുഡേ. വീഡിയോകളൊക്കെ യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.